നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 334-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത വില്ലടിച്ചാമ്പാട്ട് കലാകാരനായ അഡ്വക്കേറ്റ് തലയിൽ എസ് കേശവൻ നായരെ കുറിച്ചിട്ടാണ്. വില്ലടിച്ചാമ്പാട്ട് എന്നുള്ള ആ കലാരൂപത്തെ നിലനിർത്തുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ച ഒരു വലിയ വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ വില്ലടിച്ചാമ്പാട്ട് ഞാൻ നിരവധി തവണ ഞങ്ങളുടെ തമ്പാനൂർ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ കാര്യപരിപാടിയോട് അനുബന്ധിച്ച് ഉണ്ടാവാറുണ്ട്. പുരാണ കഥകളും ജീവിത കഥകളും ജീവിതത്തെ നേരിടുന്ന പ്രശ്നങ്ങളും എല്ലാം പുതിയ അവതരണ ശൈലിയിലൂടെ അവതരിപ്പിച്ച ഒരു വലിയ കലാകാരൻ. അദ്ദേഹം, എനിക്ക് തോന്നുന്നത്, വില്ലടിച്ചാമ്പാട്ട് എന്ന ആ കലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ജനിച്ച വ്യക്തിത്വമാണോ എന്ന് തോന്നിയിട്ടുണ്ട്. ജീവിതത്തിലെ പിരിമുറുക്കങ്ങൾക്കിടയിൽ മനുഷ്യ മനസ്സിനെ പ്രചോദിപ്പിക്കുന്ന സന്തോഷം പകർന്നു നൽകുന്ന ഒരു പ്രത്യേക ഇനം പരിപാടി. തമ്പാനൂരിലെ അമ്പലത്തിലെ ഉത്സവത്തിൽ വെച്ച് നിരവധി തവണ കേട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹവുമായി അടുത്ത് പരിചയപ്പെടുന്നത് ഞാനിപ്പോൾ താമസിക്കുന്ന കുഞ്ചവിളയ്ക്ക് അടുത്തുള്ള ആറ്റുകാൽ ക്ഷേത്രത്തിനൊക്കെ അടുത്തായിട്ടുള്ള ഒരു മുത്തുമാരിയമ്മൻ ക്ഷേത്രമുണ്ട്. അവിടുത്തെ ഉത്സവത്തിന് റോഡ് സൈഡിൽ ഒരു ചെറിയ സ്റ്റേജ്, ശരിക്കും പറഞ്ഞാൽ 1 മീറ്റർ വീതി കാണുമോ എന്ന് സംശയം തോന്നും. എങ്കിലും ആ ഒരു ചെറിയ സ്റ്റേജിൽ ഇദ്ദേഹത്തോടൊപ്പമുള്ള പക്കമേളക്കാരും വന്നിരുന്ന് കഥ അവതരിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് പുതിയ യുഗത്തിൽ കുമാരനാശാനെക്കുറിച്ചും അങ്ങനെ നിരവധി മഹത് വ്യക്തികളെക്കുറിച്ചുമൊക്കെ ഉള്ള വില്ലടിച്ചാമ്പാട്ട് അവതരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പുരാണത്തിൻ്റെ ഏടുകൾ അവതരിപ്പിക്കുകയും ചെയ്ത അദ്ദേഹവുമായി പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നും പ്രോഗ്രാം തുടങ്ങിയ ശേഷവും സംസാരിക്കാൻ കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. കലയവനികയിൽ മറഞ്ഞെങ്കിലും ഒരു വലിയ കലയെ, ഒരു വലിയ കാലഘട്ടത്തിൻ്റെ നടക്കാനാവാത്ത ചില കലകളെ പ്രോത്സാഹിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങുന്ന ഒരു കൂട്ടം പേർ, അതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് തലയിൽ കേശവൻ നായർ.